ഇന്നത്തെ കാലഘട്ടത്തിലുള്ള മനുഷ്യന്മാർക്ക് രണ്ട് ഇസ്തിഖാമത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് കൽപ്പിച്ചത് ഒരൊറ്റ ഇസ്തിഖാമത്താണ്. അല്ലാഹുവിന്റെ ശരീഅത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അതിൽ നിലനിൽക്കുന്ന ഇസ്തിഖാമത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതെങ്കിൽ ഇന്നുള്ള സമുദായത്തിലുള്ള മനുഷ്യർക്ക് രണ്ട് ഇസ്തിഖാമത്താണ്. ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരുമ്പോൾ അവൻ വല്ലാത്ത ഈമാനാണ്, അവൻ വല്ലാത്ത തഖ്വയാണ്. ജനങ്ങൾ അങ്ങോട്ട് മാറുന്ന അവന്റെ സ്വകാര്യ ചിന്തയിലേക്ക് എത്തുമ്പോൾ ആ മനുഷ്യനെ ചിന്തിക്കുന്നത് ആരും കാണുന്നില്ലല്ലോ, എന്നെ കാണുവാൻ ആരുമില്ല എന്ന് ചിന്തിക്കുന്നതെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ നാം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കണം. ഒരിക്കലും മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങൾ തന്റെ കൂട്ടുകാരനോടൊന്ന് മരുഭൂമിയിലൂടെ ഒരു യാത്ര പോവുകയാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങൾ മരുഭൂമിയിലൂടെ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ യാത്ര പോകുമ്പോൾ വല്ലാത്ത ചൂടാണ്, വല്ലാത്ത ചുട്ടുകൊള്ളുന്ന മരുഭൂമിയിൽ വല്ലാത്ത ചൂടിലൂടെ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഒരുപാട് ദൂരം ഇങ്ങനെ സഞ്ചരിച്ചു പോകുമ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങൾ കൂട്ടുകാരോട് പറയുകയാണ്, നമ്മളെ വല്ലാതെ ക്ഷീണിച്ചല്ലോ, നമുക്ക് നമ്മൾ കരുതിയിരിക്കുന്ന ഭക്ഷണം എടുത്ത് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒട്ടകത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് രണ്ടുപേരും ഇറങ്ങിയിട്ട് കരുതി വെച്ചിരുന്ന ഭക്ഷണ തലയിൽ ഇങ്ങനെ നിരത്തി വയ്ക്കുകയാണ്. എന്നിട്ട് അവരുടെ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി നോക്കുമ്പോൾ അതാ മരുഭൂമിയുടെ കുറച്ച് അകലെയായിട്ട് ഒരു ചെറുപ്പക്കാരനായ മനുഷ്യനിങ്ങനെ ആയിരക്കണക്കിന് ഒട്ടകങ്ങളെ മേച്ചുകൊണ്ട് നിൽക്കുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങൾ മനുഷ്യന്റെ ചാരത്തേക്ക് കടന്നു ചെന്നുകൊണ്ട് ആ മനുഷ്യനോട് പറയുകയാ, ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്, വല്ലാത്ത ചൂടാണല്ലോ, നിങ്ങൾ കൂടി ഞങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ വരണമെന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങളോട് പറയുകയാണ് വേണ്ടയെന്ന് പറയുമ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങൾ ഒന്നുകൂടി നിർബന്ധിക്കുകയാ, വല്ലാത്ത ചൂടല്ലേ, നിങ്ങൾ ഞങ്ങളോടൊപ്പം ഭക്ഷണം കഴിച്ചോ, അതിന് ഞങ്ങൾക്കൊരു കുഴപ്പമില്ലെന്ന് പറയുമ്പോൾ ആ മനുഷ്യന് പറഞ്ഞതെന്നറിയുമോ, ഞാനൊരു നോമ്പുകാരനാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങൾ വല്ലാതെ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് മണലാരണ്യത്തിലൂടെ ആയിരക്കണക്കിന് ആളുകളുമായിട്ട് നോമ്പുകാരനായി ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് നടക്കുന്നതെന്ന് ചിന്തിക്കുമ്പോൾ ആ മനുഷ്യന് പറഞ്ഞതെന്നറിയോ, ഈ ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ ഇപ്പോൾ ഞാൻ ഈ ചൂട് സഹിച്ചാൽ, ഈ ചൂടിനെ ഞാൻ ഇപ്പോൾ സഹിച്ചാൽ നാളെ പരലോകത്ത് നരകമാകുന്ന അഗ്നിച്ചൂടിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാമല്ലോ എന്ന് പറയുമ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങൾ വല്ലാതെ അത്ഭുതപ്പെട്ടു പോവുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങൾ ആരാണ്? ഹബീബായ നബി തങ്ങൾ ഏറ്റവും നല്ല മനുഷ്യൻ അബ്ദുല്ലാഹയാണെന്ന് നബി തങ്ങൾ പറഞ്ഞതെന്ന ആ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങളല്ലേ ആ നിൽക്കുന്നത്. അദ്ദേഹം അതായത് കേൾക്കുമ്പോൾ വല്ലാതെ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഇത്രയും തത്വയുള്ള മനുഷ്യനോ, ഈ ചുട്ടുകൊള്ളുന്ന മണലാരണ്യത്തിനെ പോലും നോമ്പ് പിടിക്കാൻ താല്പര്യം കാണിക്കുന്ന ഇത്രയും ഭക്തിയുള്ള മനുഷ്യനോ ഒരിക്കലെന്ന് പരീക്ഷിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങൾ അതാ മനുഷ്യനെ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിക്കുകയാ. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങൾ മനുഷ്യനോട് ചോദിക്കുകയാണ്, നീ എന്തായാലും കഴിക്കുന്നില്ലല്ലോ മോനെ, നീ ഏതായാലും ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ, എന്നാൽ ഞങ്ങൾക്കൊരു ഉപകാരം ചെയ്തു തരുമോ, ഞങ്ങൾക്കൊരു ഉപകാരം ചെയ്യാമോ? എന്താണ് ഉപകാരം എന്ന് ചോദിക്കുമ്പോൾ നിന്റെ ആയിരക്കണക്കിന് ആടുകളുണ്ടല്ലോ, അതിൽ നിന്നൊരു ആടിനെ ഞങ്ങൾക്ക് തരുമോ? വെറുതെ വേണ്ട, അതിന്
അതിനർഹമായ പൈസ ഞങ്ങൾ നൽകാം, അതിൽ നിന്ന് ആടിനെ തരുമോ എന്ന് ചോദിക്കുമ്പോൾ ആ ചെറുപ്പക്കാരന് പറയുന്നതെന്നറിയോ, ഇതെന്റെ ആടുകളല്ല, ഇതെന്റെ മുതലാളിയുടെ ആടുകളാണ്, ഇത് എന്റെ ആടുകളല്ലല്ലോ, ഇതിൽ നിന്ന് എനിക്ക് കച്ചവടം ചെയ്യാൻ അവകാശമില്ലല്ലോ എന്ന് പറയുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ ചോദിക്കുകയാണ്, അതിന് മുതലാളി അറിയുന്നില്ലല്ലോ, അതിന് മുതലാളി അറിയുന്നില്ലല്ലോ. ആയിരക്കണക്കിന് ആടുകളുടെ ഇടയിൽ നിന്ന് ഒരു ആട് പോയി കഴിഞ്ഞാൽ മുതലാളി അറിയാൻ പോകുന്നില്ലല്ലോ, ആ പൈസ നിനക്ക് നിന്റെ കീശയിലാക്കാമെന്ന് പറയുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളോട് മനുഷ്യന് പറഞ്ഞതെന്നറിയോ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. വൈകുന്നേരമാകുമ്പോൾ മുതലാളി കടന്നു വന്നുകൊണ്ട് ആടിനെ പറ്റി ചോദിക്കുമ്പോൾ എനിക്ക് വേണമെങ്കിൽ കള്ളം പറയാം, ആ പൈസ എടുത്തുകൊണ്ട് എനിക്ക് എന്റെ കീശയിൽ ഇട്ടുകൊണ്ട് കടന്നു പോകാം, പക്ഷേ മുതലാളിയോട് എനിക്ക് കള്ളം പറയാം, പിടിച്ചു നിർത്തിയിട്ട് ചോദ്യം ചെയ്യുമ്പോൾ ഞാൻ അല്ലാഹുവിനോട് എന്താണ് പറയേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ചിന്തിച്ചു നോക്കൂ. ഇന്നത്തെ കാലഘട്ടത്തിൽ നാം എവിടെയെങ്കിലും കടന്നു പോകുമ്പോൾ, ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് കടന്നു പോകുമ്പോൾ, ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണെന്ന് പറയുമ്പോൾ, ഒരു മൊബൈൽ ഉണ്ടാകുമെങ്കിൽ, ഒരു മാനസാന്തരം ഉണ്ടാകുമെങ്കിൽ, റബ്ബുൽ ആലമീനായ തമ്പുരാനിന്റെ കിടക്കയിലേക്ക് ഒരു കണ്ണം കണ്ട് നോക്കിയിരിക്കുകയാണെന്ന് പറയുമ്പോൾ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം. അല്ലാഹു ഉറക്കമില്ലല്ലോ. അല്ലാഹു ഒന്ന് കണ്ണടയ്ക്കുന്ന സമയത്ത് എനിക്ക് മോശതരങ്ങൾ കാണിക്കാമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ പടച്ചവൻ ഉറക്കമില്ലല്ലോ. എത്രയോ ഹറാമുകളാണ് ചെയ്തു കൂട്ടിയത്, മനുഷ്യന്മാരെ കാണാതെ എത്രയോ മോശതരങ്ങൾ കാണിച്ചു കൂട്ടിയവരാണ്, മനുഷ്യന്മാരെ കാണാതെ എത്രയോ കച്ചവടങ്ങളിൽ കള്ളത്തരങ്ങൾ കാണിച്ചവരാണ്, എത്രയോ പൈസകൾ വാങ്ങിയവരാണ്. ഇതെല്ലാം അല്ലാഹു കാണുന്നില്ലെന്നാണോ? ഇതെല്ലാം അല്ലാഹു കാണുന്നില്ലെന്നുള്ള ചിന്തയിലാണോ? പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ആരും കാണുന്നില്ലല്ലോ. പക്ഷേ പടച്ചറബുൽ ആലമീനായ തമ്പുരാൻ നിന്നെ സദാ സമയം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇസ്ലാം എന്ന് പറയുന്ന പരിശുദ്ധമായ മതത്തിനെ പുൽകിയ നമ്മള്, പരിശുദ്ധമായ ഇസ്ലാമിനെ പുൽകിയ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുണ്ടാകേണ്ട ഗുണം എന്തെന്നറിയോ? അത് ഇസ്തിഖാമത്താണ്. അങ്ങനെ ആ ഇസ്തിഖാമത്തിനെ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന നേരായ പാതയിൽ നിന്ന് ഇടത്തേക്കോ വലത്തേക്കോ തിരിഞ്ഞുകൊണ്ട് മോശതരമായ മേഖലയിലേക്ക് കടന്നുപോയി കഴിഞ്ഞാൽ ഈ ദുനിയാവിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ബറക്കത്തുണ്ടാവൂല. ഇസ്തിഖാമത്തില്ലാത്ത കാര്യങ്ങൾക്ക് ബറക്കത്തുണ്ടാവൂല. ജീവിതത്തിലെ സമ്പാദ്യങ്ങൾക്ക് ബറക്കത്തുണ്ടാവൂല. സ്വന്തം ഭവനത്തിന് ബറക്കത്തുണ്ടാവൂല. ഈ ദുനിയാവിലെ കഷ്ടതകൾ എങ്ങനെയെങ്കിലും സഹിച്ചുകൊണ്ട് നാളെ മരണപ്പെട്ടുകൊണ്ട് പരലോകത്തിലേക്ക് കടന്നുപോയി കഴിഞ്ഞാൽ ഇതിലേറെ അപകടമാണ്, ഇതിലേറെ ദുർഘടങ്ങളാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനേ, ഏറ്റവും കൂടുതൽ നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാവേണ്ടത് ഇസ്തിഖാമത്താണ്, തഖ്വയാണ്, അല്ലാഹു കാണുന്നുണ്ടെന്നുള്ള ചിന്തയാണ്. നമ്മുടെ ഹൃദയങ്ങളിൽ എപ്പോഴും ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട കാര്യം അത് ഇസ്തിഖാമത്താണ്. അല്ലാഹു നമ്മെ കാണുന്നുണ്ടല്ലോ, അല്ലാഹു എല്ലാം കേൾക്കുന്നുണ്ടല്ലോ, എന്ത് ചെയ്താലും അല്ലാഹു അറിയുന്നുണ്ടല്ലോ എന്നുള്ള ചിന്ത നമ്മുടെ ഹൃദയങ്ങളിൽ വേണം. അല്ലാതെ നമ്മൾ ചെയ്യുന്നതൊന്നും അല്ലാഹു കാണുന്നില്ല, നമുക്ക് അല്ലാഹു കാണാതെ എന്ത് ഹറാമും കാണിക്കാം എന്നുള്ള ചിന്തയിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നാളെ നമ്മുടെ പരലോകം, നാളെ നമ്മുടെ
ആഖിറം അത് നഷ്ടത്തിലാണെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിരിക്കുന്ന വിധിവിലക്കുകൾ നമ്മൾ മനസ്സിലാക്കണം, അത് നമ്മൾ പഠിക്കണം, അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നമ്മൾ കാഴ്ചവെക്കണം. എങ്കിൽ മാത്രമാണ് നമ്മുടെ പരലോക വിജയം, അത് ജീവിതം പരലോക വിജയം അത് വിജയത്തിൽ കരസ്ഥമാക്കുവാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ മേഖലകളിലും വിജയിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ പരലോക വിജയം അല്ലാഹു സുബ്ഹാനഹു വ തആല സുഖമാക്കി തരുമാറാകട്ടെ. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം ജീവിക്കുവാനുള്ള ഭാഗ്യം നാം ഏവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.